അങ്ങനെ ആഘോഷകരമായി പിന്നെയും ഒരു വീക്കെൻഡ് വന്നിരിക്കുകയാണ്. ഇന്ന് പക്ഷേ ഞാൻ റൂമിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വെച്ചു. അടുത്ത പരിപാടി, നമ്മൾ നാളെ ജോലിക്ക് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകുന്നു, എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് പുതിയ ഫ്രഷ് ഐറ്റംസാണ്. ഹുഷ്ക് ചോറ് റെഡിയാക്കിയിട്ടുണ്ട്, ഇനി അത് പാക്ക് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ബീൻസ് ഏട്ടനുണ്ട്. ഇവരാണ് ഏറ്റവും കിടിലൻ, വേഗം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ മുട്ട പൊരിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രഷ് ബീൻസ് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടും, സമ്മറിൽ കിട്ടും, അതല്ലാണ്ട് എപ്പോഴും കിട്ടുന്ന സാധനമല്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഞാൻ ബീൻസ് പൊതുവെ വാങ്ങാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വാങ്ങാറുള്ള ഐറ്റം, ഈ പാക്കറ്റ് കേട്ടോ. അപ്പോൾ ഈ ബീൻസിൻ്റെ പാക്കറ്റിന് 4 സ്ലോട്ടി എങ്ങാണ്ടാണ്, 3.90, 4 സ്ലോട്ടി. ഇത്ര സാധനങ്ങളാണ് നമുക്കിനി പാക്ക് ചെയ്ത് പെട്ടിയിൽ കയറ്റാനുള്ളത്. പാക്ക് ചെയ്യാനുള്ള പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ശനിയാഴ്ചത്തേക്കുള്ള പെട്ടി, ഇത് ഞായറാഴ്ചത്തേക്കുള്ള പെട്ടി. എന്തായാലേ ഇനി അങ്ങനെ വരികയാണെങ്കിൽ, മുറിയിലേക്ക് വരികയാണെങ്കിൽ ബാക്കി ഐറ്റംസ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ട്രൈപോഡ്, വാച്ച്, ഈ മൈക്ക്, ഹെഡ്സെറ്റ്, എൻ്റെ സ്വന്തം സാറ പെർഫ്യൂം. സാറാനെ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. പിന്നെ ഇത്തവണ ഞാൻ ചിപ്സ് ആയിട്ട് കൊണ്ടുപോകുന്നത് ഇത്. ആപ്പിൾ പുറത്തേക്ക് എടുത്തിട്ടില്ല, ആപ്പിൾ ഫ്രിഡ്ജിലുണ്ട്. അതേപോലെ തന്നെ ഇടാനുള്ള ഡ്രസ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് നാളത്തേക്ക് വേണ്ടിയിട്ട്. നാളെ ഒരു ഓഞ്ഞ ദിവസമാണ് എന്നാണ് എൻ്റെ മെയിലുകൾ പറയുന്നത്. അതിൽ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ശുഭരാത്രി, പകൽ കാണാം, അല്ല വെളിച്ചമായിട്ട് കാണാം. ഞാൻ കോര ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ടും സ്പ്രിങ് ആയി എന്ന് പറഞ്ഞിട്ടും എങ്ങനെ, ഹൗ കുഡ് ദേ? നിങ്ങളുടെ ജാക്കറ്റിൻ്റെ കളർ മാറിയത് കണ്ടോ? ബ്ലാക്ക് ആയി ഗൈസ്. ഇന്നിപ്പോൾ -1 കാലത്ത്, വൈകുന്നേരം -3 ഡിഗ്രി പ്ലസ് കൊടുങ്കാറ്റ്. ഞാൻ വിചാരിച്ചു വേണ്ട, റിസ്ക് എടുക്കണ്ട, ജാക്കറ്റ് ഇട്ടേക്കാം, നമ്മുടെ കരിമ്പൻ ഇറക്കാമെന്ന് വെച്ചു. അങ്ങനെ കരിമ്പൻ ഇറക്കി ഇട്ടു. എപ്പോഴേലും ഒന്നും മര്യാദയ്ക്ക് ടെമ്പറേച്ചർ ആയിരുന്നെങ്കിൽ എനിക്ക് ജാക്കറ്റിനൊന്ന് ബഹിഷ്കരിക്കായിരുന്നു എന്ന് വെച്ചിട്ട് കാലാവസ്ഥ അങ്ങോട്ട് പൊന്തണമില്ല. കളിക്കുക അവർ. 20 ഡിഗ്രി വരെ വെളുപ്പ്, ഈ വെളിച്ചമുള്ളപ്പോൾ തന്നെ ഉണ്ട്. കാലത്തും വെളുപ്പിനും വൈകുന്നേരം ഇപ്പോഴും തണുപ്പ് തന്നെയാണ്. അതുകൊണ്ട് മാറുന്നില്ല. മാറിയിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. എൻ്റെ എന്താ വിധി, അല്ല എൻ്റെ വിധി അല്ലാണ്ട് എന്ത് പറയാൻ. വെളിച്ചാവുന്നതിന് മുന്നേ ജോലിക്ക് പോകണം, വെളിച്ചം കെട്ടണങ്ങി കഴിഞ്ഞിട്ട് തിരിച്ചു വരണം. ആഹാ. അപ്പോൾ ഇന്നിപ്പോൾ ജോലിക്ക് പോയിട്ട് നമുക്ക് നോക്കാം എത്രമാത്രം സുഖം ഉണ്ടാവുമെന്ന്. ഇന്ന് സുഖം ഉണ്ടാവില്ല, നാളെ സുഖം ഉണ്ടാവില്ല. നാളെ ആകെ ഞാൻ മാത്രം. ആരെയും ഇന്ന് പോയിട്ട് സെറ്റ് ചെയ്യണം വരാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. ഇന്ന് കാലത്ത് ജോലിക്ക് പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം എന്താണെന്നറിയോ, ആൾക്കാർ വിചാരിച്ച അത്രയും വന്നില്ല. അതുകൊണ്ട് തന്നെ കൊലപ്പണിയായിരുന്നു. നമ്മൾ പുഷ്പം പോലെ ഒക്കെ അങ്ങോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് സമയം കിട്ടിയപ്പോൾ എല്ലാവരുടെ അടുത്തും പോയി ഒരു സലാം പറഞ്ഞു. കുഴപ്പങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും അന്വേഷിച്ചു. കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് എൻ്റെ തലയിലേക്ക് തന്നെ അവസാനം വരും. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും പോയി എല്ലാ കാര്യങ്ങൾക്കൊന്നും നോക്കി. കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ പയ്യെ അവിടെ നിന്ന് വലിയാൻ നിന്നപ്പോൾ ഒരു പുള്ളിക്കാരിക്ക് എന്തോ എന്നോട് സീരിയസ് ആയിട്ട് പറയാനുണ്ട്. അതും കൂടി ഞാനിരുന്ന് കേട്ടു. അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ഇത്രയും കേട്ടതല്ലേ, ഒരു ഹായ് താ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ആദ്യം ഒരു നോർമൽ ഹായ് തന്നു, പിന്നെ ഇച്ചിരി എഫക്റ്റ് ഇട്ടിട്ടൊരു ഹായ് തന്നു. അങ്ങനെ അവിടുത്തെ പരിപാടി തീർത്ത് ഞാൻ തിരിച്ച് എൻ്റെ റൂമിലേക്ക് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബ്രേക്ക് ടൈമായി. പിന്നെ ഫുഡ് നമ്മൾ ചൂടാക്കി കഴിക്കുന്ന പരിപാടികളൊക്കെ. അപ്പോൾ ഇനി ഫുഡ് ചൂടാവട്ടെ, ഫുഡ് കഴിക്കാൻ പോട്ടെ. അങ്ങനെ ആഘോഷകരമായിട്ട് അത് സംഭവിച്ചു. അങ്ങനെ ബ്രേക്ക്. ഇന്ന് എൻ്റെ കിളി പാറിപ്പറന്ന് ഏതോ ദിശയിലേക്ക് പോയി. ഒന്നും പറയണ്ട, ആൾക്കാരും വന്നില്ല, ഒന്നും വന്നില്ല. ഞാൻ എപ്പോൾ വീഡിയോയിൽ എളുപ്പമാണെന്ന് പറഞ്ഞോ അന്ന് തൊട്ട് എൻ്റെ ഗതി അതോ ഗതി. കുഴപ്പമില്ല, പിന്നെ നമുക്കിതൊക്കെ പുഷ്പം. ഇത് ഏത് കിളി ഇവിടെ ഇരുന്ന് കരയാണേ, പൊക്കോട്ടൊക്കെ കൂടി എനിക്കിന്ന് വട്ടുപിടിച്ചിരിക്കുന്ന ദിവസമാണ്. ബട്ട് വാട്ട് എവർ, നമ്മൾ ഇന്ന് ജോലിക്ക് വന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറായല്ലോ, അതുകൊണ്ട് തന്നെ ഒക്കെ എല്ലാ ടീമുകളും അടിച്ച് കിണ്ടിപ്പുറത്ത് കയറിയിരിക്കുക. അപ്പം എൻ്റെ കൂടെ വരേണ്ടിയിരുന്ന 4 പേരിൽ ആകെ വന്നത് 2 ആൾക്കാർ. അതായത് കാലത്ത് എൻ്റെ കൂടെ ടീമിൽ വരേണ്ടിയിരുന്ന ആൾക്കാരിൽ ആകെ 2 ആൾക്കാരാണ്. രണ്ടാമത്തെ ടീമിന് ഷോർട്ടേജ്, മൂന്നാമത്തെ ടീമിന് ഷോർട്ടേജ്, എല്ലാ ടീമിനും ഷോർട്ടേജ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വിധിയുടെ വിളയാട്ടം. നമ്മൾ യുദ്ധം ചെയ്യും. ഞാൻ ചാവും എന്നുണ്ടെങ്കിലും പരിപാടി നടക്കും. അതുതന്നെയാണ് ഇന്നും സംഭവിച്ചേക്കണേ. അവസാനം പരിപാടികളൊക്കെ എങ്ങനെയൊക്കെയോ നടക്കുന്നു. ഇനിയിപ്പോൾ എത്ര മണിക്കൂറും കൂടി, ഇനിയിപ്പോൾ ഒരു 10 മണിക്കൂറും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് വീട്ടിൽ പോകാം.
നാളെ ഞാൻ മെയിൽ വായിച്ചപ്പോൾ അറിയാൻ സാധിച്ചതും കണ്ടതും നാളാകെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ 2 ആൾക്കാരെ കൂടി ജോലിക്ക് എടുത്തു. അപ്പോൾ നാളെ പുതിയ 2 ആൾക്കാരുണ്ടാവും. അവരെങ്ങനെ ഉണ്ടാവും ഞാൻ നാളെ പറഞ്ഞുതരാം. ഒന്നല്ലേ എനിക്ക് വട്ടായി പ്രാന്തായി ഞാൻ ചാവും, അല്ലെങ്കിൽ അവന്മാരുടെ കൂടെ ഞാൻ ചിൽമു അടിപൊളിയായിട്ട് പോകും. പൊക്കോട്ട എല്ലാ കിളികളും. അപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ എവിടെ നിന്നൊക്കെയോ എൻ്റെ മോനെ ഷൂ ഓടാ ഓടാ ഷടാ നാഗ മൊത്തം പരാക്കാട്ടാ. അപ്പം എന്തേലും ആവട്ടെ, ഇനി എന്താവുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. സ്ഥിരമുള്ളവരൊക്കെ കാണിച്ചു തരാം. ദ ഡേ വാസ് ഒറ്റ വാക്കി പറഞ്ഞ ദ ഡേ വാസ് പത്തറ്റിക്. ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് പ്രാന്തായി എന്ന് വിചാരിച്ച് അവരെന്നെ വന്ന് വിളിച്ചു. ഞാൻ എന്നിട്ട് എല്ലാവരുടെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അവർ ഓക്കെ. എന്നിട്ട് ഞാൻ ഓരോരുത്തരുടെ അടുത്ത് പോയപ്പോൾ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതും ഞാൻ കണ്ടു, നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു കുഞ്ഞു ബ്രേക്കിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു. ആ ബ്രേക്കിനും ഓരോരുത്തരും ഒന്ന് ചെറിയ ചെറിയ സ്നാക്കുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴൊക്കെ ജോലി ചെയ്താലും തല മൊത്തത്തിൽ പ്രവർത്തിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴൊക്കെ ബ്രേക്ക് കിട്ടിയാലും ഇത്തിരിശൊക്കെ ഫുഡ് കഴിക്കും. പിന്നെ ആൾക്കാരും കൂടി കുറവായതുകൊണ്ട് നമ്മൾ പരമാവധി ഫുഡും കഴിക്കണം, പരമാവധി ജോലിയും ചെയ്യണം, പരമാവധി എനർജി സേവും ചെയ്യണം. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു പരിപാടി. അങ്ങനെ ഓരോ പരിപാടികളായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം ചവിട്ടി തിരിച്ച് മറിച്ച് എങ്ങനെയൊക്കെയോ നീക്കി. ആദ്യം ചാട്ടവും മേളവും തിരക്കാണെങ്കിലും പിന്നീട് ഓക്കെയോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. കാത്തിരിപ്പുകൾക്ക് വിരാമം. അങ്ങനെ ഇന്നത്തെ ദിവസം ആഘോഷകരമായി കഴിഞ്ഞിരിക്കുന്നു. ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല, കഷ്ടപ്പാടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കഴിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചു. ഇപ്പോൾ ഭയങ്കര സുഖമുള്ളൊരു ദിവസമാണെങ്കിൽ നിങ്ങളെ കാണിക്കാൻ എനിക്കൊന്നും ഉണ്ടാവില്ല. സോ ഇന്നേ കുറച്ച് കഷ്ടപ്പാടുള്ളത് നല്ലതല്ലേ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ എന്തെങ്കിലും ഉണ്ടാവും, കാണിച്ച് തരാൻ എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടുണ്ടാവും. എല്ലാ ദിവസവും നിറച്ച ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയി എവിടെയെങ്കിലും പോയി മുക്കിലൂടെ ഇരിക്കും. അതിലും ഭേദം ആൾക്കാർ കുറച്ച് വന്നാൽ എനിക്ക് നിങ്ങളെയും കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. നോട്ട് മൈ പോയിന്റ്. മുട്ടുകത്തെ കാട്ടാട്ടോ, അതാണ് ഈ ഒച്ച ഇടയ്ക്കിടയ്ക്ക് കേൾക്കണേ. പുറത്തെ പരിപാടികൾ ഞാൻ ജോലി കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇന്നത്തെ നമ്മുടെ ജോലി പരിപാടി കഴിഞ്ഞു. വരേണ്ട ആൾക്കാരിൽ ഭൂരിപക്ഷത്തിൻ്റെ ഒരു പകുതി മുക്കാലിൻ്റെ ഏതൊക്കെയോ വകയിൽ ആരൊക്കെയോ വരാണ്ടിരുന്നു. ബട്ട് നമ്മൾ വണ്ടികൾ ഓടിച്ച് നിൽക്കുന്നു. പിന്നെ നാളത്തേക്ക് പുതിയ 2 ആൾക്കാർ വരുന്നുണ്ട്. ഞാനിന്നിപ്പോൾ എനിക്ക് പ്രാന്തി കയറി ഒരു മൂത്തിരുന്ന സമയത്ത് ഞാൻ 2 പേരെ നാളെ പുതിയതായിട്ട് ജോലിക്ക് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണോ അവർ ഒന്ന് ഞാൻ നാളെ കാണിച്ചു തരാം. അവർ സെലക്ട് ചെയ്യുമല്ലോ എന്നൊക്കെ ഞാൻ നാളെ പറയാം. നാളെ ജോലി തീരുമാനിക്കും പറയാം. പിന്നെ അവർക്ക് എൻ്റെ ഭാഷ മനസ്സിലാകാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഇങ്ങനെ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മൊത്തത്തിലൊന്ന് റിപ്പോർട്ടൊക്കെ എഴുതി തീർത്ത് പരിപാടി തീർത്ത് പെട്ടിമടക്കി ഇറങ്ങട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല. ഒന്നും കൂടി ഉണ്ട്, ഒരു ക്ലിപ്പ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലിപ്പ് പുറത്തിറങ്ങുമ്പോൾ കാണിച്ചാലും. ഇന്ന് ഞാൻ എൻ്റെ കുട്ടപ്പൻ ജാക്കറ്റൊക്കെ ഇട്ടേക്കുന്നത് ഒട്ടുക്കത്ത കാറ്റായിരുന്നു കാലത്ത് വന്നപ്പോൾ. ഇപ്പോഴും കാറ്റിന് ഒരു കുറവുമില്ല. സോ ഐ ഹോപ്പ് ദർ വിൽ ബി സംതിങ് ഫോർ മീ ടു ഷോ. ഇപ്പോൾ മരം എന്തെങ്കിലും കുടിഞ്ഞിടൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ നല്ല രസമായിരിക്കില്ലേ. രസം ഇവിടെ ഉണ്ടാവില്ല, പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് രസം ഉണ്ടെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിലും കേട്ടോ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജോലി കഴിഞ്ഞിറങ്ങി ഞാൻ ആദ്യം നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ ടൈം നോക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തൊക്കെ 10 മിനിറ്റ് ഇടവിട്ടിട്ടാണ് എനിക്ക് വണ്ടി. പക്ഷെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അത് 25 മിനിറ്റ് ഇടവിട്ടിട്ടാണ്. ഇപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് 8 മിനിറ്റ് കഴിഞ്ഞാൽ ട്രാം വരും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേഗം നടക്കുന്നു. ദിവസം കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. തണുപ്പ് പുറത്ത് നല്ല രീതിയിലുണ്ട്. ഞാൻ കാറ്റൊന്ന് ഒതുങ്ങാൻ വേണ്ടി നോക്കി. കാറ്റ് ഒതുങ്ങിയപ്പോൾ വീഡിയോ എടുത്തു. ഏത് നിമിഷം വേണമെങ്കിലും കൊടുങ്കാറ്റ് വരാം. ഒടുക്കത്തെ കാറ്റാണ്. എൻ്റെ സ്റ്റുഡിയോയിൽ ഒരു ഗ്ലാസ് വരെ പൊട്ടി. അമ്മാതിരി കാറ്റ്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഒരു പ്രത്യേകതരം സംഭവമാണിത്. ഇതൊരു പുതിയൊരു സംഭവമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മറ്റേ വീഡിയോ ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി വേറെ എന്തെങ്കിലുമൊക്കെ നല്ല പരിപാടി കിട്ടിയാൽ അതുമായി വരാം. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടി